Hi students, welcome back. We are discussing chapter sets. New topic we are going to start. There is operation on sets. സെറ്റിലുള്ള കുറച്ച് ഓപ്പറേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് സെറ്റിലെ ഓപ്പറേഷൻസ് ഉള്ളത് നോക്കാം. ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്. നമുക്ക് ആക്ച്വലി 4 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റേഷൻ ആൻഡ് ഡിഫറൻസ്. ഇപ്പോൾ ഈ വർഷം നമുക്ക് കോംപ്ലിമെന്റേഷൻ ഡിഫറൻസും നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതിയാവും. അപ്പോൾ എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്? രണ്ട് സെറ്റിന്റെ യൂണിയൻ എന്താണെന്നുള്ളതാണ്. യൂണിയൻ ഓഫ് സെറ്റ്സ് വിത്ത് ആൻ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, അത് കഴിഞ്ഞ് ഡെഫിനിഷൻ പറയാം. ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റും ബി എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്. In set A we have elements 1, 2, 3 and in set B we have 3, 4 and 5. Then union is represented by A union B. U എന്നുള്ള സിമ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് യൂണിയനിനെ. A union B. A union B is equal to set of all elements. The union of set A and B is the set consisting of the elements which belongs to A or B or both, and it is denoted by A union B. That is, elements belong to A or B or both. That is, A ilulla elements varum, A ilulla elements um B ilulla elements um varum. B il 3 undu, നേരത്തെ 3 എഴുതിയതുകൊണ്ട് സെറ്റിലെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആയിരിക്കും, റിപ്പീറ്റേഷൻ വരില്ല. അതുകൊണ്ട് 3 അഗൈൻ എഴുതണ്ട. 3, 4, 5. That is, A union B യിലുള്ള എലമെന്റ്സ് എല്ലാം എയിലും ഉണ്ടാവും ബിയിലും ഉണ്ടാവും. These elements belongs to A or B or both. 1, 2, 3 belongs to A and 3, 4, 5 belongs to B. 3 belongs to both A and B. ഇതാണ് യൂണിയൻ. അപ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എങ്ങനെയായിരിക്കും? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, സെറ്റ് ഓപ്പറേഷനിൽ യൂണിയൻ കഴിഞ്ഞാൽ പിന്നെ ഇന്റർസെക്ഷൻ ആണ്. Same question, A is equal to 1, 2 and 3. B equals 3, 4 and 5. Intersection means that is A union നേരെ തിരിച്ച് യുവിനെ തിരിച്ച് എഴുതിയാൽ ഇന്റർസെക്ഷൻ. A intersection B equals set of elements എവിടെ ഉണ്ടാവണം? belongs to both A and B. A യിലും B യിലും ഉള്ളത്. That is 3 belongs to A and 3 belongs to B and A. A യിലും B യിലും എന്താ കോമൺ ആയിട്ടുള്ള എലമെന്റ്? അതാണ് ഇന്റർസെക്ഷനിൽ വരിക. ഇതാണ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ. അപ്പോൾ ഡിഫറൻസും അതുപോലെ തന്നെ കോംപ്ലിമെന്റേഷനും നമുക്ക് സിലബസിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അറിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. A equals set 1, 2, 3 and B equals set 3, 4, 5. Then difference A minus B is equal to set of elements which belongs to A and not in B. A ilulladu matram, A ilulla elements matram ezhuda. A but not in B. B minus A means the elements which belongs to B but not in A. That is, B ilunde A ililla, B ilulladum A ilillathu. That is 4 and 5. These elements belongs to B but not in A. Okay. Next നമുക്ക് പറയാനുള്ളത് കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് സിലബസിന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അപ്പോൾ കോംപ്ലിമെന്റ് പറയണമെങ്കിൽ വി ഹാവ് ടു യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്തായാലും യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എലമെന്റ്സ് ഓഫ് അതർ സെറ്റ് ഇൻ എ ഗിവൺ കണ്ടെക്സ്റ്റ് ഈസ് കോൾഡ് എ യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെ പറയാം. ദാറ്റ് ഈസ്, നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ 3 സെറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എ ബി സി. എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 1, 2, 3. ബി എന്ന് പറഞ്ഞ സെറ്റിൽ 3, 4, 5 ആൻഡ് സി എന്ന് പറയുന്ന സെറ്റിനകത്ത് let it be 5, 6, 7. ഒരു എക്സാമ്പിൾ ആണ് 5, 6, 7. Then universal set contains all the elements in ABC. That is 1, 2, 3, 4, 5, 6 and 7. ഇത് മുഴുവൻ അടങ്ങുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. മേ ബി ഇതിനകത്ത് ഇനിയും എലമെന്റ്സ് ഉണ്ടാവും. 8, 9, 10 എക്സ്ട്രാ എലമെന്റ്സും ഉണ്ടാവാം. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. If capital A equals 1, 2, 3 and universal set U is equal to 1, 2, 3, 4, 5,
And what is A complement? Complementation syllabus delete ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ ഭാവിയിൽ higher classes ൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ബുദ്ധിമുട്ടാവണ്ട. അതുകൊണ്ട് പറയുന്നു A complement means the element which belongs to A but not in belongs to U but not in A. U ൽ ഉണ്ട്, A ൽ ഇല്ല. A ൽ ഇല്ലാത്ത elements ഏതാ? 4 and 5. That is A complement. A ൽ ഇല്ലാത്തത്, that is not belongs to A എന്നർത്ഥം. A complement means elements not belongs to A. A ൽ ഇല്ലാത്ത എലമെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? A complement എന്ന്. Now definition of union of sets, that is operation on sets. One, union of sets. Union of sets. The union of two sets A and B, the union of two sets capital A and capital B is the set containing or consisting of the elements which belongs to which belongs to A or B or both, and it is denoted by, you can denote it by A union B, and it is denoted by A union B. That is, A union B is the set of all X such that X is an element of A or X is an element of B. We write an example of union of sets. Union of sets നേരത്തെ example പറഞ്ഞതാണ്. ഒരു example കൂടി നമുക്ക് പറയാം. A equals എന്ന് പറയാം A B C D and B equals A C D E F. Then A union B is equal to A union B ലുള്ള elements എല്ലാം ഒന്നോ A ലോ അല്ലെങ്കിൽ B ലോ ഉണ്ടാവും. That is A is in A and B. A ലോ B ലോ അല്ലെങ്കിൽ രണ്ടിലും ഉണ്ടാവും. B is in A and C is in A and B. D is in A and B and E and F. This is A union B which belongs to both A and B. A and B ലുള്ള elements എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി A ലുള്ളതും B ലുള്ള elementum. B ഇവിടെ B എന്ന് പറയുന്ന എലമെന്റ് B യിലില്ല, ബട്ട് A യൂണിയൻ B യിൽ എഴുതും. അതുപോലെ തന്നെ E യും F ഉം എവിടെയില്ല? E യും F ഉം A യിലില്ല, എന്നാലും നമ്മൾ A യൂണിയൻ B യിൽ എഴുതും. അപ്പോൾ A യൂണിയൻ B യിലുള്ള എലമെന്റ്സ് ഒന്നോ A യിൽ അല്ലെങ്കിൽ B യിൽ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടിലും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് intersection of sets. The intersection of two sets A and B, the intersection of two sets A and B is the set consisting of elements belongs to both A and B. A യിലും B യിലും ഉള്ള elements belongs to both A and B, and it is denoted by we denote it by A intersection B. What is A intersection B? A intersection B is the set of all X such that X is an element of A and intersection എന്ന് പറയുമ്പോൾ and union എന്ന് പറയുമ്പോൾ or, and X is an element of B. X is an element of A and X is an element of B. ഒരു എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. If capital A equals set 1, 2, 3, 4 and 5, B equals set 3, 4, 7, 9, 10. What is A intersection B?
A intersection B is the element which belongs to both A and B. A ilum B ilum ulla elements, that is 3 belongs to A and B, and 4 belongs to A and B. Then A intersection B is a set containing elements which belongs to both A and B. 3, 4. Now 1, 2 എന്ന് പറയുന്നത് B യിലില്ല, 7, 9, 10 എവിടെയില്ല, A യിലില്ല. Then A intersection B is equal to 3, 4. Difference of sets syllabus delete ചെയ്തിട്ടുണ്ട്. എന്നാലും A minus B എന്തെന്ന് പറയാം? A minus B is the element which belongs to A but not in B. A യിലുണ്ട്, B യിലില്ല. ഏതൊക്കെ elements ആ? 1, 2, 5. നമുക്ക് ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം എൻട്രൻസ് എടുത്തപ്പോൾ മേ ബി നമുക്ക് അതിൽ വരാം, അല്ലെങ്കിൽ ഹയർ ക്ലാസ്സസിൽ നമുക്ക് ആവശ്യം വരാം. B minus A, അതുകൊണ്ടാണ് പറയുന്നത് B minus A എന്ന് പറയുമ്പോൾ B യിലുണ്ട്, A യിലില്ല. ദാറ്റ് എലമെന്റ്സ് ആർ 7, 9 and 10. ഓക്കെ, ക്ലിയർ. നമുക്ക് എക്സാംസിന് വരില്ല, എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വെൻ ഡയഗ്രാം. എന്താണ് വെൻ ഡയഗ്രാം? എന്തിനാണ് വെൻ ഡയഗ്രാം? സെറ്റ്സ് നമുക്ക് വെൻ ഡയഗ്രാം വെച്ചാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെൻ ഡയഗ്രാമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ യൂണിവേഴ്സൽ സെറ്റ്സിനെ നമുക്ക് ഇപ്പോൾ ഇൻ വെൻ ഡയഗ്രാം ജനറലി യൂണിവേഴ്സൽ സെറ്റ്സ് ആർ റെപ്രസെന്റഡ് ബൈ റെക്ടാംഗിൾസ് ആൻഡ് ഓൾ അതർ സെറ്റ്സ് ആർ represented by circles or ellipses. That is sets in a universal set. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. റൈറ്റ് ആൻ എക്സാമ്പിൾ. ദാറ്റ് യൂണിവേഴ്സൽ സെറ്റ് B 1, 2, 3, 4, 5 and write any two sets. A is equal to 1, 2 and 3. B equals set 3, 4 and 5. ഇതിന്റെ Venn diagram universal sets are always represented by rectangle. This is the universal set, that set containing both elements of A and B. A യിലും B യിലുള്ള എല്ലാ എലമെന്റ്സും യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും. A ഒരു സെറ്റ് ആണ്, ഇത് ഓവർലാപ്പിംഗ് സെറ്റ് ആണ്, ഓർ രണ്ട് ടൈപ്പ് ഓഫ് സെറ്റ്സ്, ഓവർലാപ്പിംഗ് ഓർ ഡിസ്ജോയിന്റ്. ഇവിടെ 3 എന്ന് പറയുന്ന എലമെന്റ് കോമൺ ഉള്ളതുകൊണ്ട് ഓവർലാപ്പിംഗ് സെറ്റ് എന്ന് പറയും. ഓവർലാപ്പിംഗ് സെറ്റ് മീൻസ് ഒരു സെറ്റിന്റെ മുകളിൽ തന്നെ അടുത്ത സെറ്റ് വരുന്ന ഒരു അവസ്ഥ. ഇതിൽ ദിസ് സെറ്റ് ഈസ് A ആൻഡ് ദിസ് ഈസ് B. A യിലും B യിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 3. A യിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2, 3. B elements 3, 4, 5. യൂണിവേഴ്സൽ സെറ്റിലെ ഇവിടെ 5 കഴിഞ്ഞ ഒരു എലമെന്റും കൂടെ 6 ഉണ്ടെങ്കിൽ then 6 lies here. ഇതാണ് ഒരു എക്സാമ്പിൾ വെൻ ഡയഗ്രാം. ഈ ഡയഗ്രാമിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുക. ഇപ്പൊ ഇവിടെ 3 ഇല്ലാത്തൊരു സെറ്റ് ആണെങ്കിലോ, 3 ഇല്ലാത്ത സെറ്റ്, ദാറ്റ് ഈസ് A is equal to 1, 2 and B is equal to 3, 4. A equal to 1, 2, B equal to 3, 4. Then we write like this. Same question, A, B. This is A and B. A എന്നുള്ള സെറ്റിനകത്ത് ഇറ്റ് ഈസ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും. ഈ സെറ്റിന് എന്താ വിളിക്കുക? ഡിസ്ജോയിന്റ് സെറ്റ്. ദാറ്റ് ഈസ് ഇതിൽ എന്തില്ല? കോമൺ എലമെന്റ്സ് ഇല്ല. യൂണിവേഴ്സൽ സെറ്റിൽ 1 to 5 വരെ ഉണ്ട്. Then 5 or 6 elements lies outside these two circles and inside this rectangle. റെക്ടാംഗിളിന്റെ അകത്ത് നമ്മൾ എഴുതുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, in one diagram generally the universal set is represented by a rectangle and all other sets under consideration are represented by circles or ellipses. Circles means circles or ellipses. Other sets are represented by circles or ellipses. Universal set is always represented by a rectangle. Okay, we can represent the sets A and B, A union B, A intersection B in this case. Okay, fine. Represent the following by Venn diagram. If U is any universal set, A and B are the sets under consideration, then first one is A union B. A union B in Venn diagram നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ റെക്ടാംഗിൾ. A ഒരു സർക്കിൾ ആയിട്ടും B അനദർ സർക്കിൾ ആയിട്ടും എടുത്തു. രണ്ട് സർക്കിൾസ്. A union B എന്ന് പറയുമ്പോൾ A യിലുള്ള എലമെന്റ്സും B യിൽ, that is A union B is a set of elements which belongs to A, B and both. That is A union B. The second question is A intersection B. A intersection B പറഞ്ഞാൽ എന്താ? Elements which belongs to A and B. Both A and B. A യിലും B യിലും ഉള്ള elements മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A, B. ഇതിലെല്ലാം എവിടെയും നമ്മൾ ഓവർലാപ്പിംഗ് സെറ്റ്സ് ആണ് വരച്ചിരിക്കുന്നത്. A and B means the elements which belongs to both A and B.
Okay, clear? Now we discuss a problem. If capital A is equal to set 1, 2, 3, 4, 5 and B is equal to 3, 5, 7 and 9. We have to find A union B and A intersection B. A union B equals the elements which belongs to A or B or both. That is 1 belongs to A, 2 belongs to A, 3 belongs to both A and B, 4 to A and 5 belongs to A and B and 7 and 9. This is A union B. Then what is A intersection B? A intersection B പറയുമ്പോൾ A ലും B ലും common ആയിട്ടുള്ള elements. ഏത് elements are A ലും B ലും common elements? 3 and 5. A intersection B ൽ അപ്പോൾ രണ്ട് elements ആണ് വരിക. ഏതാ വരിക? 3 and 5. A complement പറയണമെങ്കിൽ നമുക്ക് ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് വേണം. ഈ ക്വസ്റ്റ്യനിൽ യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് പറയുന്ന ഒരു ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. If capital letter U is equal to, that is universal set equals 1, 2, 3, 4, 5. A equals 1, 2, 3 and B equals 4, 5. Then A union B equals union of A and B is 1, 2, 3 in A and 4, 5 in B. A intersection B will be a null set because A ലും B ലും common ആയിട്ട് elements ഇല്ല. അപ്പോൾ ഇതിന് Venn diagram representation എങ്ങനെ വരുന്നത്? Venn diagram representation വരുമ്പോൾ rectangle ആണ് universal set. A പറയുന്ന ഒരു സെറ്റ് ഒരു സർക്കിൾ, അതുപോലെ B ഒരു സെറ്റിന് ഒരു സർക്കിൾ ആയിട്ട്. That is, this is A and this set is B. A നകത്ത് എന്തൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത്? 1, 2, 3 1, 2, 3 കോമൺ എലമെന്റ് ഇവിടെ ഒന്നുമില്ല, ഈ സ്പേസിൽ ഒന്നുമില്ല. B ന്റെ ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ആണ്? 4, 5 കോമൺ എലമെന്റ്സ് ഇല്ല. A ഇന്റർസെക്ഷൻ B എന്താ? നൾ സെറ്റ് ആണ്. ഇനി ഡിഫറൻസും കോംപ്ലിമെന്റും നമുക്കില്ല. എന്നാലും ഞാൻ പറയുന്നുണ്ട്, ഡിഫറൻസ് നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്താണ്. A മൈനസ് B നേരത്തെ പറഞ്ഞിരുന്നു. A മൈനസ് B മീൻസ് സെറ്റ് ഓഫ് elements which belongs to A but not in B. A ലുണ്ട് B ലില്ല. ഏത് elements ആ? 1, 2, 3. A ലുണ്ട് B ലില്ല. B minus A, the elements which belongs to B but not in A. That is B ലുണ്ട് A ലില്ല. That is 4, 5. ഇനി കോംപ്ലിമെന്റേഷനും കൂടി പറയാം. That is A കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ A ലില്ലാത്തത്. A ലില്ലാത്ത എലമെന്റ് ഏതൊക്കെയാ? belongs to U. U നോക്കണം. A ലില്ലാത്തത് ഏതൊക്കെയാണ്? U ലുള്ളത്. A ലില്ലാത്ത എലമെന്റ്സ് ഏതൊക്കെയാണ് U ലുള്ളത്? 4ഉം 5ഉം. അതാണ് A കോംപ്ലിമെന്റ്. അങ്ങനെയാണെങ്കിൽ B കോംപ്ലിമെന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. പറയും നോക്കട്ടെ. B ലില്ലാത്തത് ഏതാ? 1, 2 and 3. That is B കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റും ഡിഫറൻസും നമുക്ക് എന്തില്ല? നമ്മുടെ സിലബസിൽ നിന്ന് ഈ വർഷം ഡിലീറ്റ് ചെയ്തിട്ട് പക്ഷേ ഹയർ ക്ലാസ്സിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആൽജിബ്ര ഓഫ് സെറ്റ്സ്. There are കുറേ ലോസ് ഉണ്ട്. ഐഡംപൊട്ടന്റ് ലോ, ഐഡന്റിറ്റി ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എക്സെട്ര. അപ്പം നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് A യൂണിയൻ B എന്ന് പറയുന്നതും B യൂണിയൻ A പ്ലസ് B ഈക്വൽ ടു B പ്ലസ് A, അതുപോലെ A യൂണിയൻ B ഈക്വൽ ടു B. ഇന്റർസെക്ഷനിലെ A ഇന്റർസെക്ഷൻ B സെയിം ആസ് B ഇന്റർസെക്ഷൻ A. അതുപോലെ അസോസിയേറ്റീവ് ലോ is A union B union C is same as A union B ചെയ്ത് union C ചെയ്ത് ഇവിടെ A union B union C. First B union C ചെയ്തിട്ട് A ആയിട്ട് union ചെയ്യും. The same way intersection A intersection B intersection C is same as A intersection B intersection A intersection B intersection C. ഇത് അസോസിയേറ്റീവ് ലോ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് എങ്ങനെ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാനും സാധിക്കും. എയും ബിയും സിയും 2, 3 സെറ്റ് തന്നിട്ട് അവർ പറയും A യൂണിയൻ B ഇന്റർസെക്ഷൻ C is equal to വെരിഫൈ ദാറ്റ് A യൂണിയൻ B ഇന്റർസെക്ഷൻ A യൂണിയൻ C. നമുക്ക് LHS RHS ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യാൻ പറ്റും. A യൂണിയൻ B ഇന്റർസെക്ഷൻ A യൂണിയൻ B ഇന്റർസെക്ഷൻ A യൂണിയൻ C. Same way A intersection B union C equals A intersection B union A intersection C. നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെരിഫൈ ചെയ്യാൻ സാധിക്കും.
ഓക്കെ, ഇതിൽ നമുക്ക് കോംപ്ലിമെൻറ്റ് വരുന്നതും ഡിഫറൻസ് വരുന്ന ലോ ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡി മോർഗൻസ് ലോ അതുകൊണ്ട് ഒഴിവായി. ഡി മോർഗൻസ് ലോ ഈസ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈ സെയിം ആസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽസ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ പറയുന്നത് ഇവിടെ എത്തുമ്പോൾ യൂണിയൻ ആവും ബി ഇത് രണ്ട് ലോസ് എല്ലാം നമുക്ക് എന്താവും ഡിലീറ്റ് ആയ പോർഷൻസിൽ പെട്ടുപോയി. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇൻവോൾവിങ് സെറ്റ്സ്. അത് നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് വീഡിയോയിലിടാം. ഇപ്പം ഇന്ന് 2 മൊഡ്യൂൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റിൽ എക്സസൈസ് നമ്പർ 1 തൊട്ടിട്ട് ദാറ്റ് ഈസ് 1.1 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സസൈസിൽ നമുക്ക് പഠിക്കാനുള്ളത് 1.1 ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് 1.1 നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് ഇയേഴ്സ് ബിഗിനിങ് വിത്ത് ദ ലെറ്റർ J അത് സെറ്റാണോ? യെസ് ഇറ്റ് ഈസ് എ സെറ്റ്. അതുപോലെ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യയുടെ ടാലൻറ്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്തല്ല സെറ്റ് അല്ല. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. ബെസ്റ്റ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് നോട്ട് എ സെറ്റ്. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഇറ്റ് ഈസ് എ സെറ്റ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു കുറച്ച് ക്വസ്റ്റ്യൻ. അതെല്ലാം നമ്മൾ ലാസ്റ്റ് അസൈൻമെൻറ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. 1.1 കഴിഞ്ഞാൽ 1.2 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2ൽ നമുക്ക് എക്സാമ്പിൾ ഓഫ് നൾ സെറ്റ്സ് കുറേ സെറ്റ്സ് തന്നിട്ട് അത് നൾ സെറ്റ് ആണോ, അതുപോലെ ഫൈനൈറ്റ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ, ഈക്വൽ ആണോ, ഈക്വാലൻ്റ് ആണോ, അങ്ങനെയുള്ള സെറ്റ് എക്സാമ്പിൾസ് ആണ് 1.2ലുള്ളത്. 1.3ലാണെങ്കിൽ എന്താ ഉള്ളത്? സബ്സെറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സബ്സെറ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്നാണ് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളത്. 1.3 മുഴുവനും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇഫ് യു ഹാവ് ഡൗട്ട്സ് യു ക്യാൻ മെസ്സേജ് മീ. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം. നെക്സ്റ്റ് വെൻ ഡയഗ്രാം ആണ് 1.4ൽ വരുന്നത്. വെൻ ഡയഗ്രാം യൂണിയനും ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻറ്റും എല്ലാം കൂടി ചേർന്ന് യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡിഫറൻസ് കോംപ്ലിമെൻറ്റ് ഇല്ല, ഡിഫറൻസ് വരെ 1.4 നെക്സ്റ്റ് ലാസ്റ്റ് 1.4 വരെ. 1.5ലാണെങ്കിൽ കോംപ്ലിമെൻ്റ് ഉണ്ട്. 1.5 ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തോളൂ, ചെയ്യേണ്ട. 1.4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് എക്സസൈസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ. അത് ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. ഒരു ക്ലാസ് എടുത്ത് നമുക്കിതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഡൗട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.